അങ്ങനെ മച്ചാമാരെ നമ്മുടെ GLS ഇതാ നമുക്കൊരു മുട്ടം പണിയും കൂടി തന്നിരിക്കുകയാണ്. എന്താ പണിയെന്നോ കാണിച്ചു തരാം. നമ്മുടെ വണ്ടി ഇപ്പോൾ എടുത്തതിന് ശേഷം 11 മാസമായി. 11 മാസത്തിൽ നമ്മൾ ഈ ഒരു വണ്ടി ഓടിയിട്ടുള്ള കിലോമീറ്റർ എന്ന് പറയുകയാണെങ്കിൽ 11,305 കിലോമീറ്ററാണ് നിലവിൽ നമ്മൾ ഓടിയത് 11 മാസം കൊണ്ട്. ഇനി ഇതിന്റെ രസം കിടക്കുന്ന എവിടെ വെച്ചാൽ ഈ 11,000 കിലോമീറ്റർ 11 മാസം കൊണ്ട് ഓടിയ വണ്ടിയിൽ ഇതിനകത്ത് എഞ്ചിൻ ഓയിലിൻ്റെ അകത്തുള്ള എഞ്ചിൻ ഓയിൽ കാണാനില്ല. എഞ്ചിൻ ഓയിൽ ഫുള്ള് എവിടെയോ പോയി. അതായത് ഗേജ് നോക്കിയേ, എഞ്ചിൻ ഓയിലിന്റെ ഗേജ് ഇതാണ്. എഞ്ചിൻ ഓയിലിന്റെ ഗേജ് വരുന്നത് ഇതിനകത്ത് മിനിമം ലെവൽ ഇത്രയാണ്. അതിൻ്റെയും താഴത്തേക്ക് ഒരു പോയിന്റ് ഇറങ്ങിയിട്ടാണ് നമ്മുടെ എഞ്ചിൻ ഓയിലിന്റെ ലെവൽ കിടക്കുന്നത്. ഇത്രയും ഭാഗത്തുള്ള ഓയിൽ എവിടെ പോയി? സാധാരണ ഇതിനകത്ത് എപ്പോഴെങ്കിലും 1 ലിറ്റർ ആഡ് എഞ്ചിൻ ഓയിൽ എന്നുള്ളൊരു വാർണിംഗ് സാധാരണ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 1 മന്തായിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക, ഫുള്ള് ഓയിലിനകത്ത് ചിലപ്പോൾ ഒരു 1 ലിറ്റർ കുറഞ്ഞതുകൊണ്ടായിരിക്കാം. അതായത് മാക്സിമത്തിൽ നിന്ന് 1 ലിറ്റർ കുറഞ്ഞതുകൊണ്ടായിരിക്കും. പുതിയ വണ്ടിയില്ലേ, 11,000 കിലോമീറ്റർ ഓടുമ്പോൾ എഞ്ചിൻ ഓയിൽ പോകുമോ? അതും 1.25 കോടി റുപ്യൻ്റെ വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ കാണാതായി. സാധാരണഗതിയിൽ നമ്മളൊരു 1 ലക്ഷം കിലോമീറ്റർ ഒക്കെ ഓടി അല്ലെങ്കിൽ 1.5 ലക്ഷം കിലോമീറ്റർ ഓടി വണ്ടിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എഞ്ചിന് ഡീസൽ കത്തുന്ന കൂടെ ഓയിൽ കത്തിയിട്ട് സൈലൻസറിലൂടെ പുകയായിട്ട് പോകലുണ്ട്. 11,000 കിലോമീറ്റർ ഓടി വണ്ടിക്ക് ഇത് എങ്ങനെ സംഭവിച്ചു? കാരണം വെച്ചാൽ ഇതിന്റെ ഓയിലിന്റെ ഈ ഒരു ക്യാപ്പ് തുറന്നാൽ തന്നെ ഇതിനകത്ത് ഫുള്ള് ആവിയാണ്. കാരണം ഈ ഭാഗങ്ങളിലൊന്നും ഓയിലേ വരുന്നില്ല. ഇവിടെ ഒന്നും ഓയിൽ കാണാനില്ല. കാരണം ഇതിന്റെ ഹെഡിക്കൊന്നും കറക്റ്റ് ഓയിൽ എത്താത്തതുകൊണ്ടായിരിക്കും മേബി ഇവിടെ നിന്ന് ഓയിൽ കാണാത്തത്. എനിവേ ഇത് മെഴ്സഡീസിന്റെ ഷോറൂമിൽ ബ്രിഡ്ജ് വരെ അറിയിച്ചപ്പോൾ അവർ മെഴ്സഡീസിൽ കംപ്ലൈന്റ് ചെയ്ത് ഇപ്പൊ എനിവേ അവരിന്ന് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ്ലി അവർ ടോയിങ് അറേഞ്ച് ചെയ്ത് അവർ വണ്ടി ഇന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഡിസൈഡ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 11,000 കിലോമീറ്റർ ഓടിക്കൽ ഈ 1,75,00,000 റുപ്യ മുടക്കിയ വണ്ടിയിൽ എഞ്ചിൻ ഓയിൽ എവിടെ പോയി? ശരിക്കും ഒരു ട്രാപ്പാണിത്. മാത്രമല്ല ഈ ഒരു വണ്ടി എടുത്തതിന് ശേഷം ഏകദേശം കുറേ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിരുന്നു. കാരണം ഫുള്ള് പണികൾ നമ്മൾ 2,000 കിലോമീറ്റർ ഓടിക്കാൻ തന്നെ തമിഴ്നാട് പോയിക്കൊണ്ട് ടയർ പൊട്ടി നിന്നു. അതിനുശേഷം നമ്മുടെ ബാക്കിയുള്ള ഫുൾ ടയറുകൾ നമുക്കിങ്ങനെ ഓരോ വെട്ടും കുത്തൊക്കെ കിട്ടിയിട്ട് നമ്മൾ പിന്നെ അത് വാറണ്ടിയിൽ മാറ്റി, അതൊക്കെ പിന്നെ കമ്പനി മാറ്റി തന്നു. പിന്നെ അതൊക്കെ ടയറല്ലേ നോക്കാം. പക്ഷേ അതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ എഞ്ചിൻ ഓയിൽ ഇല്ലാത്തത് എങ്ങനെ നമ്മൾ സഹിക്കും? എഞ്ചിൻ തന്നെ മെയിൻ ഘടകമാണ് ഈ ഒരു വണ്ടിയുടെ. 11,000 കിലോമീറ്റർ ഒക്കെ സംഭവം ഫുള്ള് തീർന്നു കഴിഞ്ഞാൽ, ആവിയായി പോയി കഴിഞ്ഞാൽ ഇതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? അത് 1 ലക്ഷം അല്ല, 2 ലക്ഷം അല്ല, 3 ലക്ഷം കൊടുത്തോണ്ടില്ല. 1,75,00,000 റുപ്യേൻ്റെ വണ്ടിയാണ്. അക്സെപ്റ്റ് ചെയ്യോ? ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്യോ? ഇനി ഏതായാലും ഷോറൂം കൊടുക്കാൻ പോകണേ. എന്നിട്ട് അവരെന്താണ് പറയുന്നത് ബാക്കി നമുക്ക് കാണാം.